കഴിഞ്ഞ ദിവസം നടന്ന ചില എന്താണ് പോസ്റ്റ് മാറ്റം, ചില പൊസിഷൻ മാറ്റം, ചില ട്രാൻസ്ഫറുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലൊക്കെ തന്നെയും ചില കാര്യങ്ങൾ ചില സംശയം ഉണർത്തുന്നതാണ്. അതായത് ഇതിൽ ഘടകകക്ഷികളോട് ആലോചിക്കാതെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ, ആ, അരുൺ കെ വിജയന്റെ നിയമനം. അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരിക്കെ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ അതിശക്തമായി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലേ കളക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ എവിടെയാണ് നിയമിച്ചിരിക്കുന്നത്? KSIDCയുടെ പോസ്റ്റിലേക്ക്. വളരെ ഹൈ ഫ്ലൈയിങ് പോസ്റ്റാണ്. അതെ, വ്യവസായ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനത് പ്രതികരിക്കില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തരമായി നിഷേധിക്കില്ല എന്നല്ല, ആഭ്യന്തരമായി പറയേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിലുള്ള അതൃപ്തി വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമനം അതായത് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പോസ്റ്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടി താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക. ഇത് പ്രധാനപ്പെട്ട സീനിയർ പോസ്റ്റാണ്. അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ആരോപണ വിധേയനായ ഒരു മുൻ ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ കളക്ടറായിരിക്കെ ആരോപണ വിധേയനായിരിക്കുന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അതിലൊരു ചോദ്യം ഉത്തരമോ സംസാരമോ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ. അടുത്തത് ആനി ജൂല തോമസ്. അദ്ദേഹം KM എബ്രഹാമുമായി ഒന്നിച്ചു പ്രവർത്തിച്ചതാണ്. KM എബ്രഹാമിന്റെ അടുത്ത ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഷിബു ബേബി ജോൺ ആകട്ടെ ഈ കിഫ്ബിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച നേതാവാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിലേക്കാണ് ഇപ്പോൾ കളക്ടറായി എത്തിച്ചത്. ഇപ്പോൾ ജില്ലകളിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് അത് മന്ത്രിമാർക്ക് അവരുടെ ജില്ലകളിൽ അവരുടെ കളക്ടർമാരുമായിട്ട് നല്ല ബന്ധം വേണം. അങ്ങനെയാണ് അത് അവിടുത്തെ ഒരു ഭരണം നന്നായി പോവുക അല്ലേ? അത് സാധ്യമാകാത്ത രീതിയിൽ അതിൽ ഷിബു ബേബി ജോണിനും അതൃപ്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഘടകകക്ഷികളുടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട് ആ നിയമനം നടത്തുകയാണ്. അപ്പോൾ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അതൃപ്തി അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഈ നിയമനവുമായി ബന്ധപ്പെട്ടും അതാണ് നൈതികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ കാലത്തിലും പറയുന്നത് അദ്ദേഹം സുതാര്യമായിരിക്കും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മാധ്യമങ്ങളോട് വ്യക്തമായി പറയുമെന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ നിയമനത്തിലും അദ്ദേഹം ഒരു വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ ജനം മുറവിളി കൂട്ടി വന്ന മുഖ്യമന്ത്രിയാണ്. ജനം മുറവിളി കൂട്ടിയതാണ് ഈ ഒരു മുഖ്യമന്ത്രി വേണമെന്ന്. അങ്ങനെ വന്ന മുഖ്യമന്ത്രിക്ക് ജനത്തോട് പ്രതിബദ്ധതയുണ്ട്. അദ്ദേഹം എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വിശദീകരിക്കാൻ. അപ്പോൾ മുൻ സർക്കാരിൽ നിന്ന് വിരുദ്ധമായി ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നടത്തും എന്നും ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റൊരു ആരോപണം ഉദ്യോഗസ്ഥ ഭരണമാണ് എന്നുള്ളതായിരുന്നു അല്ലേ? മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതായിരുന്നു. ചീഫ് സെക്രട്ടറി അക്കാര്യത്തിൽ ആരോപണ വിധേയനായിരുന്നു. അപ്പോൾ ചീഫ് സെക്രട്ടറി ഇപ്പോഴും തുടരുന്നത്. അദ്ദേഹം ജൂണിലാണ് വിരമിക്കാൻ പോകുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ റോൾ എത്രത്തോളമുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ചീഫ് സെക്രട്ടറി ആണോ അതോ മുഖ്യമന്ത്രി തന്നെയാണോ താല്പര്യമെടുത്തത് എന്നതിൽ മുഖ്യമന്ത്രി ഈ സ്വീകരണമൊക്കെ ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അതിലൊരു മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.